ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി റൂം ഷിഫ്റ്റിംഗ് ആണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാർട്ടൂൺ ബോക്സുമായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഒരു ചായ കുടിച്ച് തുടങ്ങാമെന്ന് കരുതി. ചായയും ബോണ്ടയുമാണ് കേട്ടോ ഞാൻ കഴിച്ചത്. എന്നിട്ട് റൂമിലെത്തി ഞാൻ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈവനിങ് ആണ് ഞാൻ പാക്കിംഗ് ഒക്കെ തുടങ്ങിയത്. കിച്ചൺ സാധനങ്ങളൊക്കെ ഒരു ദിവസം മുന്നേ തന്നെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ബാക്കി പാക്കിംഗ് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. കുറച്ച് പണിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് തോന്നി. അങ്ങനെ ഞാൻ ചിക്കൻ മന്തി അങ്ങ് ഓർഡർ ചെയ്തു. മന്തി ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്ത പെട്ടികളൊക്കെ ഫ്ലാറ്റിൻ്റെ താഴേക്ക് എത്തിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. പാക്ക് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അധികം സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് വണ്ടിയിലേക്കെല്ലാം ലോഡ് ചെയ്തു. ഇവരൊക്കെയാണ് കേട്ടോ എന്നെ ഷിഫ്റ്റിങ്ങിന് സഹായിച്ചത്. എല്ലാവരും എൻ്റെ പ്രീവിയസ് കൊളീഗ്സാണ്. അങ്ങനെ ഞാൻ ദുബായിൽ നിന്നും മലയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. നാട്ടിൽ നിന്നും ഞാൻ യുഎഇയിലോട്ട് വന്നിട്ട് 1.5 വർഷമായി. ദുബായിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നാട്ടിൽ നിന്നും ഒന്നുമില്ലാതെ വന്നിട്ട് ഒത്തിരി സമ്പാദിച്ച ഒരുപാട് പേരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഒത്തിരി അവസരങ്ങളാണുള്ളത്. എനിക്കിവിടെ ഒരുപാട് നല്ലതും മോശവുമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ദുബായ് ടു അലൈൻ ഏകദേശം 2 മണിക്കൂർ ട്രാവലുണ്ട്. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ വില്ലയിലെത്തി. എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വാക്ക് തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സാധനങ്ങളൊക്കെ അറേഞ്ചാക്കി വെച്ചിട്ട് കിടന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇതാണ് എൻ്റെ വില്ലയുടെ ഫ്രണ്ട് വശം. ദുബായ് വെച്ച് പറയുവാണെങ്കിൽ കുറച്ചുകൂടി പച്ചപ്പും ഹരിതാപവും ഒക്കെ കൂടുതൽ തന്നെയാണ് അലൈനിൽ. പിന്നെ ഞാൻ ബാക്കി ഒതുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുക്കിംഗ് ഒന്നും തുടങ്ങാത്തത് കൊണ്ട് തന്നെ രാവിലെ ഒരു ക്രീം ബൺ വാങ്ങിക്കഴിച്ച് പണികളൊക്കെ ചെയ്തു. പിന്നെ വൈകിട്ടായപ്പോൾ ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറി പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി. ഒപ്പം ഇന്നത്തെ വേസ്റ്റ് കളയിലും കൂടി അങ്ങ് പൂർത്തിയാക്കി. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ വില്ലയുടെ ഫ്രണ്ട് വശം. മുറ്റമൊക്കെ ഫുൾ അലുമ്പായിട്ടാണ് കിടന്നിരുന്നത്. പിന്നെ കബോർഡൊക്കെ അങ്ങ് സെറ്റ് ചെയ്തു. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സും ബാഗ്സും മാത്രമേ ഈ കബോർഡിൽ ഞാൻ വെച്ചിട്ടുള്ളൂ. ഈ ടേബിൾ പിന്നെ അങ്ങ് മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ച് അങ്ങ് സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ പാല് കച്ചലാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തതിന് ശേഷമുള്ള റൂം ഇതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.